Hi friends, welcome to my channel Aru's Craft and Kitchen. ഇന്നത്തെ ഐറ്റം ക്രീംഡ് കോൺ. ഇതിൻ്റെ പ്ലേസ് ഓഫ് ഒറിജിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇത് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇതിന് ആദ്യം തന്നെ വേണ്ടത് സ്വീറ്റ് കോൺ ആണ്. കോണിൻ്റെ കേണൽസ് ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ചെറുതാക്കാതെ ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ആ സമയത്ത് അതിൻ്റെ ജ്യൂസും കൂടെ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലേക്ക് തന്നെ എടുത്തു വയ്ക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു 80 ml ഫ്രഷ് ക്രീമാണ്. നെക്സ്റ്റ് ഒരു 80 ml പാല്. പിന്നെ വേണ്ടത് ഒരു 20 gram ചീസാണ്. അടുത്തത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. നെക്സ്റ്റ് ഉപ്പാണ് എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ. ഒരു 10 ml നെയ്യ് അതും എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ. ഇനി സ്റ്റൗ കത്തിച്ചതിന് ശേഷം അടികട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആ നെയ്യുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അടുത്തത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം 80 ml അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 80 ml പാലാണ്. അതിനുശേഷം അതെല്ലാം കൂടെ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കരുത്, സിമ്മിലിട്ടാൽ മതി. അതൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി ചേർക്കണം. അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ അടിയിലൊക്കെ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴേക്ക് ഇതിനൊരു നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വരുന്നുണ്ട്. അപ്പം ഈ ചീസ് ആക്കിയതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല പോലെ തിളച്ച് വരും. ആ സമയത്ത് നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. സ്വീറ്റ് കോൺ എടുത്തു വായിൽ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നല്ലൊരു മധുരവും നല്ല ഒരു ചെറിയൊരു ഉപ്പും എല്ലാം കൂടെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ, പക്ഷെ സിമ്മിലിരിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഒരു കുറച്ച് സമയം കൂടെ ആയാൽ നമുക്കിത് സെർവ് ചെയ്യാനെടുക്കാം. എപ്പോഴെങ്കിലും ഒരു ടൈം ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. കഴിച്ചാൽ നമുക്ക് മതിയാവില്ല, മധുരം ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. താങ്ക് യു. ബൈ.